UDF വിപുലീകരണം പാളി കേസ്. അങ്ങനെ എല്ലാവരും എന്നെ തേക്കുകയാണല്ലോ. പറഞ്ഞു വരുന്നത് VD സതീശനെ പറ്റിയാണ്. VD സതീശൻ UDF വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ 3 പുതിയ പാർട്ടികളെയൊക്കെ ഈ UDFന്റെ ഭാഗമാക്കിയിരുന്നല്ലോ. അവസാനം എന്താണ് സംഭവിച്ചത് എന്നത് കേൾക്കേണ്ട ഒരു കഥ തന്നെയാണ്. രസകരമായിട്ടുള്ള കഥ തന്നെയാണ്. തേഞ്ഞൊട്ടലിന്റെ കഥയാണ്. എന്തായാലും വാർത്തയിലേക്ക് ഒരു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. VD സതീശൻ ഇന്നലെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, CK ജാനുവിനെ എടുത്തു, അതുപോലെ തന്നെ PV അൻവറിനെ എടുത്തു, പിന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉണ്ടല്ലോ, മൂപ്പര് എടുക്കാമെന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്ന രീതിയിലൊക്കെ ഒരു വിടലൊക്കെ വിട്ടു. അവസാനം കാമരാജ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്നലെ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ഞാനൊരു അപേക്ഷയൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തെളിവൊന്ന് പുറത്തു VD സതീശ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സതീശന് ഒരനക്കമില്ല, ഒരു മുണ്ടാട്ടമില്ല. അപ്പോ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണ ശേഷി ഇവിടെ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇല്ലൊക്കെ. അതായത് NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള കാമരാജ് കോൺഗ്രസിനെയൊക്കെ അങ്ങ് വാ എന്റെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ ഒരു പ്രതികരണം നടത്തണമെങ്കിൽ ഇവരൊക്കെ തമ്മിലുള്ള ഒരു ഭായ് ബന്ധം എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇനി VD സതീശനെ പറ്റി പറയാൻ ഒന്നുമില്ല. ഞാൻ പണ്ടേ മുതൽ സ്വയം സേവകനാണ് എന്ന് അദ്ദേഹം മാധ്യമങ്ങളിലൂടെയൊക്കെ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇതിന് പിന്നാലെ തന്നെ A റഹീം MP അങ്ങ് VD സതീശനെ അടിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ഞാനൊന്ന് വായിക്കാം. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. മാതൃഭൂമിയുടെ ഒരു ജസ്റ്റ് വാർത്തയുടെ ഒരു കട്ടിങ് ഒക്കെ ഇട്ടിരുന്ന കട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണാം, വിഷ്ണുപുരം ചന്ദ്രശേഖരും UDF വിപുലീകരണം, വിലപേശലിന് ഞാനില്ല, കുട്ടിക്കാലം മുതൽ സ്വയം സേവകൻ എന്ന് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് കാമരാജ് കോൺഗ്രസ് UDF അസോസിയേറ്റ് ആകില്ല എന്നൊക്കെ ഈ പറയുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖർ പറഞ്ഞതിന്റെ വാർത്താ കട്ടിങ്സ് ഇട്ട ശേഷം ഇങ്ങനെ റഹീം MP പറയുന്നു, ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ സംഘപരിവാർ സ്നേഹം ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ RSSന്റെ ഭാഗമായ താൻ സ്വയം സേവകനാണെന്ന് തുറന്നു പറയുന്ന NDA വൈസ് ചെയർമാൻ കൂടിയായ ഒരാളെ അയാളുടെ അപേക്ഷയോ അഭ്യർത്ഥനയോ ഇല്ലാതെ UDF മുന്നണിയുടെ ഭാഗമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും കൂട്ടുകാരും. ഏത് RSS നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടി UDFന്റെ ഭാഗമാകാൻ ശ്രീ VD സതീശനും സംഘവും തീരുമാനിച്ചത് എന്നാണ് ഇനി അറിയാനുള്ളത്. UDFന്റെ RSS ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുമായി ഉണ്ടാക്കിയ ധാരണയുടെ തുടർച്ചയാണ് ഈ നീക്കങ്ങൾ. BJPയുമായുള്ള രഹസ്യ ബന്ധം പുറത്തു വന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ പ്രതിപക്ഷ നേതാവും UDF നേതാക്കളും തയ്യാറാകണം. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായം എന്ത് എന്നറിയാനാണ് ജനാധിപത്യ കേരളം കാത്തിരിക്കുന്നത് എന്നാണ് A റഹീം MP പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മുടെ VD സതീശൻ മാധ്യമങ്ങളെ കാണില്ലേ കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ഇന്നലെ എടുക്കുമെന്നോ അല്ലെങ്കിൽ എന്താ അപേക്ഷ തന്നോ എന്തൊക്കെ പറയണ്ടായിരുന്നല്ലോ സതീശേട്ടൻ, എന്താ അതിൽ പറയാനുള്ളതെന്ന് ആ ദേശാഭിമാനിയിലെ മാത്രമല്ല എല്ലാ മാധ്യമ പ്രവർത്തകരും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്ത്രപരമായിട്ട് നിശബ്ദത കുപ്പായം അണിഞ്ഞ് മിണിങ്ങസ എന്ന മോഡിൽ ഇരിക്കുന്നതാണ് നല്ലതെന്ന് VD സതീശന് നന്നായി അറിയാം. മാത്രമല്ല ഇപ്പൊ A റഹീം MP ഒക്കെ ഇട്ടിട്ടുള്ള ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ വല്ല ചോദ്യം ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും സതീശ. അത് വേറൊരു വസ്തുതയായിട്ടുള്ള കാര്യമാണ്. ഇതിലേറെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് നിന്നിരുന്ന് അടിക്കുകയാണ്. പ്രതിപക്ഷ നേതാവാണ്, അതൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് അത്രയ്ക്ക് എന്താ പറയാ ഒരു വലിയ പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഒരു രീതിയിലുള്ള ആധികാരികതയില്ലാത്ത വിഷയങ്ങളൊക്കെ നിങ്ങൾ പറയുകയാണ്. വെക്കടാ വെടി എന്ന് വെക്കുകയാണ്. ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ വ്യാജവാർത്തകൾ പ്രചരിക്കുന്ന പോലെ ഇങ്ങനെ നിമിഷ നേരം മാത്രം നിലനിൽക്കുന്ന കുറെ നീർക്കുമ്പിളുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വെക്കടാ വെടികൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ പറ്റിയേ? ഇപ്പൊ വിപുലീകരണം എന്ന് പറഞ്ഞ് നടന്ന് ഇപ്പൊ അവസാനം ഒരു പരിവായിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ജോസ് കെ മാണി വരൂ, ജോസ് കെ മാണി ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരും, കേരള കോൺഗ്രസ് വാടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. അവസാനം ജോസ് കെ മാണി കർണമടിച്ച് പോക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോ അങ്ങോട്ടേക്കൊന്നും മണ്ണില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം, ഇത് നോക്കിയിട്ട് നിങ്ങൾ വലിയ രീതിയിൽ വെള്ളം ഇറക്കണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും വഴിക്കൂടെ പോണോനെ 4 പേര് വെച്ച് ഇങ്ങനെ സംഘമായിട്ട് ചേർന്ന് സംഘടന ഉണ്ടാക്കിയിരിക്കുന്നവനെ ഒക്കെ മാടി വിളിക്കാണ്, വരും ഞങ്ങളുടെ ബാഗ് പ്ലീസ് ബാഗ് മാഗണം കേസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണ് UDFന്റെ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സംഭവം തന്നെ. ഇപ്പോ മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കൂ, PV അൻവറിനെയൊക്കെ എടുത്തിരിക്കുന്നു. PV അൻവർ ആരാണെന്ന്? PV അൻവർ ഈ കോൺഗ്രസിനെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയല്ലേ. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയല്ലേ.
എന്തിന്? സതീശനെതിരെ ഏതൊക്കെ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ആ അഴിമതി ആരോപണങ്ങൾ ഇന്നും സതീശന്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ. മീൻവണ്ടിയിൽ 150 കോടി രൂപ കടത്തി എന്ന് പറഞ്ഞത് ഇതേ പി വി അൻവർ അല്ലേ? അതുപോലെ തന്നെ പുനർജനി തട്ടിപ്പ് കടത്തി എന്ന് പറഞ്ഞത് ഇതേ പി വി അൻവർ അല്ലേ? അതുപോലെ തന്നെ BJP-യുമായിട്ട് ബന്ധമുള്ള ഏതൊരു ഓൺലൈൻ ചാനലുമായിട്ട് ചില സാമ്പത്തിക ഇടപാട് വി ഡി സതീശൻ ഉണ്ടെന്ന് ആരോപണം ഉന്നയിച്ചും ഇതേ അൻവർ അല്ലേ? മാത്രവുമല്ല, ഈ അൻവർ കോൺഗ്രസിനെ പറ്റി പറഞ്ഞേക്കുന്നതൊന്നും പറയാനേ കൊള്ളില്ല. അമ്മാതിരി പല രീതിയിലുള്ള പല വർത്തമാനങ്ങളൊക്കെ കോൺഗ്രസിനൊക്കെ പറഞ്ഞിട്ടുള്ള പി വി അൻവറിനെ നേരെ ഇങ്ങനെ മാടി പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ CK ജാനുവിനെ നമിച്ചു കേട്ടോ. CK ജാനുവിനെ എടുത്തിരിക്കുന്നു. CK ജാനുവിന് ഓർമ്മയുണ്ടോ ഒരു മുത്തങ്ങ കലാപത്തെ പറ്റി? മുത്തങ്ങ കലാപത്തില് അന്ന് ആദിവാസിയെ വെടിവെച്ചു കൊന്നത് ഈ UDF-ന്റെ പോലീസുകാരായിരുന്നു കേട്ടോ. സുധാകരനെയൊക്കെ ഓർമ്മയുണ്ടോ? സുധാകരനെയൊക്കെ, അതുപോലെ തന്നെ ആന്റണീനെയൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെ ഇപ്പോ നിങ്ങളിപ്പോ ഈ മുന്നണിയുടെ ഭാഗമാകുമ്പോ നിങ്ങൾ ആരെയാണ് ഒറ്റിക്കൊടുത്തതെന്ന് CK ജാനു ഇടയ്ക്കൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. CK ജാനു ഒക്കെ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും മുന്നണിയിലേക്ക് കുറെ ആളുകളെയൊക്കെ മാടി വിളിക്കുന്നുണ്ട്. വിളിച്ച് ഇത് വിപുലീകരിച്ച് വലിയ കോമഡിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വി ഡി സതീശന് പറ്റിയ വലിയൊരു അബദ്ധം എന്താണ്? വി ഡി സതീശൻ ഇന്നലെ ഈ വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് തലങ്ങനും വലങ്ങനും ഇരിക്കുന്ന അടൂർ പ്രകാശും നമ്മുടെ ജോണും ഒന്നും ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താണ്? അവർക്കറിയാം ഈ വള്ളം ആടി ഉലയുകയാണ് കേസ്. ഈ വള്ളം ഒരിടത്തും പോയി അറിയാലോ നങ്കൂരം വിട്ട് നിൽക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു വെട്ടമല്ല വെളിച്ചുമല്ലോ ഒന്നുമില്ല. മൂപ്പർ ഇങ്ങനെ മെഷീനുകളായിട്ട് അങ്ങനെ അടിച്ച് വെക്കട വെടി വെക്കുകയാണ്. അങ്ങനെ വെക്കട വെടി വെച്ച് പോകുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അടി വന്ന് വീണത്. മാത്രമല്ല 64 സീറ്റുകൾ LDF-ന്റെ കയ്യിൽ ഭദ്രമാണ് എന്ന കാര്യത്തിൽ നന്നായി തന്നെ UDF-നും അറിയാം. ആ സീറ്റിന് മുകളിൽ ഈ പറയുന്ന LDF-ന് പല സീറ്റുകളും ഒക്കെ ഏകദേശം നല്ല ലെവലിലാണ് നിൽക്കുന്നത്. എന്തായാലും 100 സീറ്റിന് മുകളിൽ LDF പിടിച്ചടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ UDF എല്ലാരെയും കൂടെ നിർത്തിക്കൊണ്ട് ഇനി പറ്റിയാണ് ചിലപ്പോൾ BJP-നും അത് അറിയാലോ അന്തർധാര സജീവമാണ്. ഇനിയിപ്പോ അവരെയും നേരിട്ട് ഇങ്ങനെ കൈകോർത്ത് നമുക്ക് ഒരുമിച്ച് നിന്ന് ഇനി നമുക്ക് പരസ്യമായിട്ട് നമുക്ക് ഇനി സെറ്റ് ചെയ്യാം. ഇനി രഹസ്യമായിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, നമുക്ക് അവരെ ആഞ്ഞടിക്കാന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കേട്ടോ. കാരണം ഇന്നലകളിൽ ഇങ്ങനെ അറിയാലോ ഇങ്ങനെ ശത്രുക്കളായിരുന്ന പല ആളുകളൊക്കെ മിത്രങ്ങളായിട്ട് പരസ്യമായിട്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. പിന്നെ ഈ പി വി അൻവറിനൊക്കെ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? ഈ പി വി അൻവർ ഭരണകക്ഷി MLA ആയിരുന്ന സമയത്ത് ആർക്ക് വേണ്ടിയാണ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത്? LDF-നെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ ആർക്ക് വേണ്ടിയാണ് ഉന്നയിച്ചത്? പ്രതിപക്ഷത്തിന് വേണ്ടിയാണ്. പ്രതിപക്ഷത്തിന്റെ കോടാലിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? ഈ വണ്ടി അങ്ങോട്ടേക്ക് നിയമസഭാ ഇലക്ഷൻ ആവുമ്പോഴത്തേക്കും അങ്ങ് എത്തിപ്പെടുമെന്നും പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ എന്തായി? അത് തന്നെ സംഭവിച്ചില്ലേ? അതായത് പി വി അൻവറിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വെക്കട വെടിക്കും ഗീർവാണങ്ങൾക്കും ഒന്നും കുട പിടിക്കാൻ ഈ സർക്കാരിന് കിട്ടില്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായി. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പുറം പോവാം. ഞാൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് എന്റെ കൂടെ കുറെ സഖാക്കളൊക്കെ വരും. ഈ പാർട്ടി ഇപ്പൊ നിലംപരിശാകും എന്നൊക്കെ ഓർത്ത് എടുത്ത് ചാടിയതാണ്. 4 കാലേ പോയി വീണ് അവസാനം കിടക്കുന്ന നിലത്ത് ഇപ്പോ ഈ എടുക്കാച്ചരക്കിന് ആർക്കും വേണ്ടാത്ത അവസ്ഥയായി. പെട്ടെന്ന് അങ്ങ് നമ്മൾ അൻവറിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അൻവർ നമ്മൾ പറഞ്ഞിട്ട് ചെയ്തതാണെന്നൊക്കെ തോന്നില്ലയോ? അതുകൊണ്ട് എന്താ പറ്റിയത്? അതുകൊണ്ട് കുറച്ചു നാളങ്ങ് മാറ്റി നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തമ്മിൽ ഭയങ്കര അടിയാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി കുറെ ഗിമ്മിക്ക് നമ്പറൊക്കെ നടത്തി. നിലമ്പൂരിൽ തന്നെ അവിടെ മത്സരിക്കാൻ ഇറങ്ങിയത് പോലും ഒരു തന്ത്രമാണെന്ന് ആർക്കാണ് അറിയാത്തത്. അതായത് അവിടെ അൻവറിനെ മത്സരിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ അത് UDF-ന് വലിയ രീതിയിലുള്ള മെച്ചം ചെയ്യുമെന്ന് നന്നായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അൻവറിനെ അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കിക്കൊണ്ട് UDF വല്ലാത്ത രീതിയിലുള്ള ഒരു തന്ത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും കളിച്ചതെന്നൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ പിന്തുണ പിടിച്ചു പറ്റിക്കൊണ്ട് ഇങ്ങനെ വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി UDF കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കളി കണ്ടിട്ട് സത്യത്തിൽ രാഷ്ട്രീയം നല്ല രീതിയിൽ തന്നെ വിലയിരുത്തുന്ന ആളുകൾക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് നിലപാടെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാ, അതെന്താണെന്ന് അറിയാവോ എന്ന് തന്നെയാണ് ചോദിച്ചു പോകുന്നത്. അത്രത്തോളം തരം താന്നിരിക്കുന്നു UDF-ന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.